എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഒരു ട്രാൻസിസ്റ്ററും കുറച്ച് കപ്പാസിറ്ററും കൊണ്ട് എങ്ങനെ ഒരു ആംപ്ലിഫയർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ TDA 2030 എന്ന ട്രാൻസിസ്റ്റർ വേണം. ട്രാൻസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ ലെഗിൽ നിന്നും നാലാമത്തെ ലെഗിൽ നിന്നും 22K റെസിസ്റ്റർ സോൾഡർ ചെയ്ത് ഒട്ടിപ്പിക്കണം. ഇനി 10K റെസിസ്റ്റർ ട്രാൻസിസ്റ്ററിൻ്റെ ആദ്യത്തെ ലെഗിൽ നിന്നും സോൾഡർ ചെയ്യണം. ട്രാൻസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ ലെഗിൽ നിന്നും 470 ഓംസിൻ്റെ ഒരു റെസിസ്റ്റർ സോൾഡർ ചെയ്ത് ഒട്ടിപ്പിക്കണം. 10 ഫാരഡ് 61 വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ ട്രാൻസിസ്റ്ററിൻ്റെ ആദ്യത്തെ ലെഗുമായി സോൾഡർ ചെയ്ത് ഒട്ടിപ്പിക്കണം. ഇനി ഈ രണ്ട് റെസിസ്റ്ററുകളും തമ്മിൽ ഒരു വയർ കൊണ്ട് ഷോർട്ടാക്കി കൊടുക്കാം. പിന്നെ ഒരു 25 വോൾട്ടിൻ്റെ 3300 ഫാരഡിൻ്റെ ഒരു കപ്പാസിറ്റർ വേണം. കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ഭാഗത്തേക്ക് ഈ രണ്ട് റെസിസ്റ്ററുകളും ഷോർട്ടാക്കിയ കമ്പി സോൾഡർ ചെയ്ത് കൊടുക്കാം. ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ ലെഗിൽ നിന്നും കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ഭാഗത്തേക്ക് ഒരു വയർ പിടിപ്പിച്ചു കൊടുക്കാം. ട്രാൻസിസ്റ്ററിൻ്റെ ഈ ലെഗ് 12 വോൾട്ട് പോസിറ്റീവ് ആണ്. ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ ലെഗിൽ നിന്ന് ഒരു വയർ സോൾഡർ ചെയ്തെടുക്കാം. ഇത് 12 വോൾട്ട് നെഗറ്റീവ് ആണ്. ചെറിയ കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് ഭാഗത്തു നിന്നും ഒരു വയർ സോൾഡർ ചെയ്തെടുക്കാം. ഇത് ഓഡിയോ ജാക്കിലേക്കുള്ളതാണ്. വലിയ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ഭാഗത്തു നിന്നും ഒരു വയർ സോൾഡർ ചെയ്തെടുക്കാം. ഇത് സ്പീക്കറിൻ്റെ നെഗറ്റീവ് വയറാണ്. കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് ഭാഗത്തു നിന്ന് ഒരു വയർ കൂടി സോൾഡർ ചെയ്തെടുക്കണം. ഇത് ഓഡിയോ ജാക്കിൻ്റെ അടുത്ത വയറാണ്. ട്രാൻസിസ്റ്ററിൻ്റെ നാലാമത്തെ ലെഗിൽ നിന്നും ഒരു വയർ സോൾഡർ ചെയ്തെടുക്കാം. ഇത് സ്പീക്കറിൻ്റെ പോസിറ്റീവ് വയറാണ്. ഈ രണ്ട് വയർ ഓഡിയോ ജാക്കിലേക്കുള്ളതും ഇത് രണ്ട് സ്പീക്കറിലേക്കുള്ളതും ഇത് 12 വോൾട്ടിലേക്കുള്ളതുമാണ്. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു പാട്ട് വെച്ച് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.